പ്രണയാംശം രചന ശ്രീയാക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പറ, എന്തിനാണ് രണ്ടാളും ഞങ്ങൾ ആരുമില്ലാത്ത നേരം നോക്കി ഇങ്ങോട്ട് വന്ന്? എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഉപദ്രവിക്കാനാണോ? അയ്യോ അല്ല മോനെ, കൃതിമോള് പറഞ്ഞ് ശരിയാ, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വന്നാ. മിണ്ടിപ്പോരുത്. നിങ്ങൾ എൻ്റെ വീട്ടിലേക്കുള്ള എൻട്രൻസിലേക്ക് കാർ ഇടിച്ചിരുത്തിയിട്ട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞാ അത് വെള്ളം തൊടാ വീഴുക ഞാൻ മണ്ടനൊന്നല്ല. അതുകൊണ്ട് സത്യം പറഞ്ഞോ, എന്തായാലും നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ മാളിലേക്കായിട്ട് തന്നെ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാ ആന്റിക്ക് അങ്കിളിനൊന്ന് കണ്ടാ കൊള്ളാന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നാ. കൃതി മനസ്സിൽ തോന്നിയ കള്ളം തട്ടിവിട്ട് കേട്ട് സുനിത ഞാനോ എന്നർത്ഥത്തിൽ കൃതിയെ നോക്കി. അതുകൊണ്ട് അവൾ അവരെ നോക്കി കണ്ണടച്ച് കാണിച്ച് അവരും കാശിയെ നോക്കി കൃതി പറഞ്ഞ് ശരിവെച്ചു. അത് ശരി, അപ്പൊ എന്റെ അച്ഛനെ കാണാൻ വന്നാണല്ലേ? ആ അതെ മോനെ, ഞാൻ രഘുവിനെ കാണാൻ വന്നാ. ശരി, നിങ്ങൾ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. കാശി പറഞ്ഞു കേട്ട് ഇരുവരും ആശ്വാസത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ അവന്റെ അടുത്ത ചോദ്യം കേട്ടതും അവരുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു. അവിടെ പരിഭ്രമം നിറഞ്ഞു. നിങ്ങൾക്കിപ്പോ എന്റെ അച്ഛനെ കണ്ടിട്ട് എന്താ കാര്യം, അത് പറ. അത് പിന്നെ സുനിത ബാക്കി പറയാനാവാതെ കൃതിയെ നോക്കി പുരുകയെത്തി കാണിച്ചു. അത് ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ അല്ലേ ആന്റി? സുനിത നിന്ന് വിൽക്കുന്നാണ്ട് കൃതി വേഗം ചാടിക്കയറി പറഞ്ഞു. സുനിത ആശ്വാസത്തോടെ അവളെ നോക്കി. ആ അതെ. ഡിവോഴ്സിനെ കുറിച്ച് എന്ത് സംസാരിക്കാനാ? അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലേ? പിന്നെന്താ നിങ്ങൾക്ക് എന്റെ അച്ഛനോട് സംസാരിക്കാനുള്ളത്? അത് അവസാനമായിട്ട് ഒരിക്കൽ കൂടി ആന്റി ഉപേക്ഷിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കാനാ, അല്ലേ ആന്റി? ആ ആ കൃതി വീണ്ടും ചാടിക്കയറി ഉത്തരം പറയുന്ന കേട്ട് കാശി അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിന്ന് അവളെ നോക്കി. എന്നാൽ അവന്റെ കോർത്ത നോട്ടം കണ്ട് അവൾ പെട്ടെന്ന് അവനിൽ നിന്നും മിഴികൾ പിൻവലിച്ചു. ഈ സ്ത്രീയെക്കാളും കൂടുതൽ നിനക്കാനുള്ള കാര്യങ്ങൾ അറിയാവുന്നു. നിന്നെയാണോ എന്റെ അച്ഛൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്? അല്ലല്ലോ. അത് ആന്റിക്ക് ത്രോട്ട് പെയിനാ, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. എന്നാലേ നിന്റെ ഈ ത്രോട്ട് പെയിനുള്ള ആന്റിയും വിളിച്ച് ഇവിടുന്ന് പോകാൻ നോക്കിക്കോ. ഇവിടെ ആർക്കും നിങ്ങളെ കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് വന്ന വഴിക്കന്നെ വിട്ടോ. കാശി അത് പറയാൻ കാത്തുന്ന പോലെ ഇരുവരും വേഗം അനുസരണയോട് തിരിഞ്ഞ് കാറിലേക്ക് കയറാൻ തുടങ്ങിയതും അവൻ പിന്നിൽ നിന്ന് അവരെ വിളിച്ചു. അത് കേട്ട് തുറന്നു പിടിച്ച ഡോറ് അതുപോലെ പിടിച്ചുകൊണ്ട് അവരവനെ തിരിഞ്ഞു നോക്കി. നിങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞേക്കാം. മേലിൽ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഉപദ്രവിക്കണമെന്ന ചിന്ത നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും വന്നു പോരുത്. അങ്ങനെ വന്നാൽ പിന്നെ നിങ്ങളെല്ലാവരുടെ മനസ്സിലൊരു സ്വപ്നമായിട്ട് മാറും. കാശി വെറും വാക്ക് പറയാറില്ലെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചുകൊണ്ട് എനിക്കതിനെ കളിക്കാൻ ഇറങ്ങിയാൽ മതി. മനസ്സിലായാലുണ്ടാക്കും. വളരെ പതിഞ്ഞ സ്വരത്തിലാണ് അവൻ ഇത് പറഞ്ഞെങ്കിലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണി മനസ്സിലാക്കി അവരിരുവരും പേടിയോടെ അവനെ നോക്കി തലയാട്ടി. അതുകൊണ്ട് കാശി കാറിനടുത്തുനിന്ന് പിറകോട്ട് മാറിയിരുന്നു. ആ തക്കത്തിന് ഇരുവരും വേഗം കാറിലേക്ക് കയറി അവിടുന്ന് തിരികെ പോയി. നമ്മൾ കുറച്ചുകൂടി വൈകിരുന്നെങ്കിൽ ഈ വിഷജന്തുക്കൾ പെങ്ങളെയും കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തേനെ, അല്ലേടാ? അതിനവർ ഒന്നുകൂടി ജനിക്കേണ്ടി വരും. കാശി അവർ പോയ വഴിയെ നോക്കി ചുണ്ടുകൂട്ടി ഇത് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അത് കണ്ട് ആകാശി കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. അവനും കൂടി കയറിയതും കാശിയുടെ കാറ് ദ്വാരകയുടെ കോമ്പൗണ്ടിലേക്ക് കയറി. ലച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിലക്കോ അവൾ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് തോന്നിയുകൊണ്ട് സത്യങ്ങളെല്ലാം മുഴുവനായും മനസ്സിലാക്കിയിട്ട് മതി ആരുടെ മേലായാലും കുറ്റം ആരോപിക്കുന്നെന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചു. ഇത്ര നേരം പ്രക്ഷുബ്ധമായിരുന്ന തന്റെ മനസ്സിനെ ശാന്തമാക്കി തന്നതിന് അവൾക്ക് ലച്ചുവിനോട് ഒത്തിരി സ്നേഹം തോന്നി. അതേ തുടർന്ന് അവൾ ലച്ചുവിനെ ഇരുകൈകളാൽ അവളിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ എന്താ ലച്ചു ഇങ്ങനെ ആയിപ്പോയി? എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നീ പറഞ്ഞല്ല അക്ഷരം പ്രതി ശരി തന്നെയാ. നിന്നെപ്പോലെ ഇങ്ങനെ ആലോചിക്കാനും പ്രവർത്തിക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ലല്ലോ ലച്ചു. അതുകൊണ്ടാ എന്നെ എല്ലാവരും ഇങ്ങനെ അവരുടെ കയ്യിലെ കളിപ്പാട്ടാക്കുന്നത്, അല്ലേ? നിലയുടെ നിഷ്കളങ്കവും ദുഃഖപൂരിതവുമായ വാക്കുകൾ കേട്ട് ലച്ചുവിന് അവളോട് വല്ലാത്ത സ്നേഹവും സഹതാപവും വാത്സല്യവും തോന്നി. അവളൊരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ആരെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും നോവിക്കാത്ത ഒരു പാവം പെണ്ണ്. അതാണ് എൻ്റെ നില. അവളോട് എന്തിനാ ദൈവമേ ഇത്രയും ക്രൂരതകൾ നീ ചെയ്തു കൂട്ടിയത്? എന്നിട്ടിപ്പോൾ എല്ലാത്തിൽ നിന്നും കരകയറി അവൾ സുരക്ഷിതമായ കൈകളിലെത്തിയപ്പോൾ അതും ഇല്ലാതെയൊക്കെ നോക്കുകയാണോ നീ? ലച്ചുവിന് ഒരു നിമിഷം ദൈവത്തോട് പോലും ദേഷ്യവും പരിഭവവും തോന്നി. തൻ്റെ സുഹൃത്തിൻ്റെ അവസ്ഥയോർത്ത് ഇരുവരും പരസ്പരം ഓരോരോ ചിന്തകളിൽ മുഴുകി നിൽക്കുമ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ ചിണുങ്ങൾ വീണ്ടും കേട്ടത്. അത് കേട്ട് നിലവേഗം ലച്ചുവിൽ നിന്ന് അകന്നു മാറി കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി അവളെ വാരിയെടുത്തു. എന്നാൽ ആ നിമിഷം അവളിൽ വല്ലാത്ത ടെൻഷനും സങ്കടവും പരിഭ്രാന്തിയും നിറഞ്ഞു. ലച്ചുമോൾക്ക് പനിക്കുന്നുണ്ട്. ലച്ചുവിനോട് കാര്യം പറയുമ്പോഴേക്കും നിലയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ലച്ചു വേഗം കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് നിന്ന് കയ്യിലും കഴുത്തിലും തൊട്ട് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ലച്ചുവിനും ടെൻഷനായി. മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ലച്ചു, എനിക്ക് പേടിയാവും. എൻ്റെ കുഞ്ഞ് കരയുന്നുണ്ടല്ലേ ലച്ചു? പനിയുടെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിൽ ശബ്ദം കൂടുന്നുണ്ട്. നില കരഞ്ഞുകൊണ്ട് ലച്ചുവിനോട് പറയുമ്പോഴാണ് കാശി മുറിയിലേക്ക് കയറി വന്നു. അവിടെ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്ന നിലയെ കണ്ട് കാശി വേഗം അവരുടെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി നില? എന്തിനാ നീ കരയുന്നു? മോള് വല്ലാതെ കരയുന്നുണ്ടല്ലോ. ഒരു ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും ആദ്യയോടെ തന്നെയും കുഞ്ഞിനെയും നോക്കി പറയുന്നവനെ കണ്ട് അവളുടെ കരച്ചിൽ ഒന്നുകൂടെ കൂടി. അത് കേട്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കാശി കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. എന്നാൽ കുഞ്ഞിപ്പെണ്ണിന്റെ ശരീരത്തിലെ ചൂട് കയ്യിലറിഞ്ഞു കാശി ടെൻഷനോടെ കുഞ്ഞിനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് നിലയെയും ലച്ചുവിനെയും നോക്കി. മോൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. ഇത്രയും ചൂടുണ്ടായിട്ടെന്താ നിങ്ങൾ എന്നെ അറിയിക്കാത്തത്? ഞങ്ങൾ ഇപ്പോഴാ കാശിയായിട്ട് അറിഞ്ഞ്.
അതറിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ അവൾ കരച്ചിൽ. ലച്ചു നിലയെ നോക്കി കാശിയോട് ഇത് പറഞ്ഞു. കാശി നിലയുടെ മുഖത്തോട്ട് നോക്കി. അവൾ തന്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി വിതുമ്പെന്ന് കണ്ട് കാശി അവളൊരു കൈ കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഒന്നുമില്ല പെണ്ണെ, നീ ഇങ്ങനെ കരയില്ലേ? ഒരു കുഞ്ഞ് പനിയില്ലേ? നമുക്ക് മോളെ കൊണ്ട് ഹോസ്പിറ്റൽ പോകട്ടോ. അവിടെ ചെന്ന് ഡോക്ടർ മരുന്ന് വെച്ചാൽ വേഗം മാറും. പോവാൻ കാശിയേട്ടാ, നമ്മുടെ മോൾക്ക് ഒട്ടും വയ്യ. കാശിയേട്ടൻ പോയപ്പോൾ തൊട്ട് അവൾ ചിനുങ്ങി കരയാൻ തുടങ്ങിയതാ. അപ്പോഴൊന്നും പനി ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എടുത്തു നോക്കിയപ്പോഴാ പനിക്കുന്നുണ്ട്. ഞാൻ അവളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാ എൻ്റെ കുഞ്ഞിനിങ്ങനെ വന്ന്. ഏയ്, എന്തിനാ പെണ്ണെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ കാരണമൊന്നുമല്ല. വേണമെങ്കിൽ ഞാനാ കാരണം എന്ന് പറയാം. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് പോയതുകൊണ്ടല്ലേ മോൾക്ക് പനിയൊന്ന്? ഏയ് അല്ല, ഞാൻ നോക്കാത്തതുകൊണ്ടാ. എൻ്റെ പെണ്ണെ, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടാതെ. മോളുടെ ഹോസ്പിറ്റൽ പേപ്പേഴ്സ് അത്യാവശ്യം സാധനങ്ങൾ എടുത്തു വന്നേ. നമുക്ക് എത്രയും പെട്ടെന്ന് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കുഞ്ഞിപ്പെണ്ണിന്റെ ശരീര താപനില കൂടുന്ന കണ്ട് കാശി ഇത് പറഞ്ഞു. നില വേഗം എല്ലാം എടുത്ത് കാശിക്ക് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അപ്പോഴും അവർ തന്നെ നോക്കി നിൽക്കാനും ലച്ചു. അത്ര നേരം സംഭവിച്ചില്ല. അവളുടെ നിമിഷം കൊണ്ട് മറന്നതായി തോന്നി അവൾക്ക്. പിന്നെ അവൾ തന്നെ അതിനുള്ള മറുപടിയും കണ്ടെത്തി. അമ്മ. അതാണ് അവിടെ മറവിക്ക് കാരണം. മക്കൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു എന്നറിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് ചുറ്റുമുള്ളെല്ലാം വിസ്മരിച്ച് അവരിലേക്ക് മാത്രം ചുരുങ്ങിക്കൂടുന്നവരാണ് അമ്മമാർ. അതാണിപ്പോൾ തന്റെ മുന്നിൽ നടന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലച്ചു അവർക്ക് പുറകെ പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞിനെ എടുത്ത് ധൃതിയിൽ സ്റ്റെയർ ഇറങ്ങി വരുന്ന കാശിയെയും അവന്റെ പുറകിൽ കരഞ്ഞുകൊണ്ട് വരുന്ന നിലയെയും കണ്ടതും താഴെ സോഫയിലിരുന്ന ആകാശ് ചാടി പിടിച്ച് എഴുന്നേറ്റു. എന്താടാ, എന്തു പറ്റി? അച്ചു, നീ വേഗം വണ്ടി എടുക്ക്. മോൾക്ക് പനിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ പോകണം. ആടാ ശരി, നീ വാ. ആകാശ് കാശിയോട് പറഞ്ഞ് വേഗം പുറത്തേക്ക് നടന്നു. അവന്റെ പുറകെ തന്നെ കാശിയും നിലയും ലച്ചുവും പുറത്തേക്ക് ഇറങ്ങി. ആകാശ് പോകാൻ വേണ്ടി കാറ് തിരിച്ചിട്ടും ലച്ചു വേഗം ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. നില അതിലേക്ക് കയറിയിരുന്നു. അപ്പോൾ തന്നെ കാശി അവളുടെ മടിയിലേക്ക് കുഞ്ഞിപ്പെണ്ണിനെ വെച്ചു കൊടുത്ത് അവളുടെ അടുത്തേക്ക് ഇരുന്നു. ലച്ചു, നീ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ? ആയിട്ടാ, ഞാനും വരാം. എന്നാ വേഗം ഫ്രണ്ടിൽ കയറി. ലച്ചു അതിനൊന്ന് മൂളിക്കൊണ്ട് വേഗം കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. അവൾ ഇരുന്നപ്പോഴാണ് ആകാശ് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നെന്ന് അറിയുന്നത് തന്നെ. അവളെ കണ്ട് അവന്റെ കണ്ണുകൾ വിടുന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം ഓർത്ത് അവൻ വേഗം വണ്ടി മുന്നോട്ടെടുത്തു. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലുടനീളം നിലയുടെ ടെൻഷൻ കണ്ട് ലച്ചുവളെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതൊന്നും അവളുടെ മനസ്സിനെ തണുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. താൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവളുടെ ടെൻഷൻ കുറയുന്നില്ലെന്ന് കണ്ടതും ലച്ചുവിന് വിഷമമായി. അത് കണ്ട് കാശി അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ച് നിലയെ ഒരു കൈ കൊണ്ട് അവനിലേക്ക് ചേർത്തു പിടിച്ചു. ആ സമയം എന്തുകൊണ്ടോ അത് ആഗ്രഹിച്ച പോലെ അവൾ അവനിൽ നിന്ന് കുതറി മാറാതെ കുഞ്ഞിപ്പെണ്ണിനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് അവനിലേക്ക് ചാഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലേക്ക് എത്തിയതും കാശി വേഗം പുറത്തേക്ക് ഇറങ്ങി നിലയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിപ്പെണ്ണിനെ അവന്റെ കൈകളിലേക്ക് വാങ്ങി. കുഞ്ഞിപ്പെണ്ണിനെ അവന്റെ കയ്യിലേക്ക് കൊടുത്തതിന് പുറകെ തന്നെ അവളും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇരുവരും വേഗം ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി. പുറകെ തന്നെ ലച്ചു. ആകാശിന് വണ്ടി പാർക്ക് ചെയ്യേണ്ടതുണ്ട്. പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പറ്റി. ടെമ്പറേച്ചർ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ഡോക്ടർ പറഞ്ഞു കേട്ടതും കാശി നിലയെ നോക്കി. അവളിപ്പോൾ കരയുന്ന പോലെ നിൽക്കുന്നുണ്ട്. കാശി നിലയെ നോക്കിയതിനു ശേഷം ലച്ചുവിന്റെ നേരെ തിരിഞ്ഞു. ലച്ചു, നീ നിലയും കൂടി പുറത്തേക്കിരുന്നോ, ഞാൻ മോളുടെ അടുത്ത് നിന്നോളാം. കാശി പറഞ്ഞു കേട്ട് നില ആദ്യം ഒന്ന് പോവാൻ മടിച്ചെങ്കിലും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ മനസ്സോടെ കുഞ്ഞിന്റെ അടുത്തുനിന്ന് ലച്ചുവിന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇട്ടിരുന്ന ചേഴ്സിലേക്ക് ഇരുന്നു. ആ സമയത്താണ് ഒരു വയസ്സായ മുത്തശ്ശി അവിടേക്ക് നടന്നു വന്ന് അവർ നിലയുടെയും ലച്ചുവിന്റെ അടുത്തെത്തിയതും പെട്ടെന്ന് കുഴഞ്ഞു വീണു. അതുകൊണ്ട് അവരിരുവരും വേഗം ഇരിക്കുന്നിടന്ന് എഴുന്നേറ്റ് ആ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. അയ്യോ, എന്തു പറ്റിയാവും ഈ മുത്തശ്ശിക്ക്? BP കുറഞ്ഞാണെന്ന് തോന്നുന്നു. ലച്ചു ആ മുത്തശ്ശിയുടെ കൈ പിടിച്ചു നോക്കി പറയുന്ന കേട്ട് നീല ടെൻഷനോടെ അവിടെ മുഖത്തോട്ട് നോക്കി. ആ സമയം തന്നെ അവിടേക്ക് വന്ന നേഴ്സിന്റെ അറ്റൻഡറിന്റെ സഹായത്തോടെ ആ മുത്തശ്ശിയെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. കൂടെ ആരുമില്ലാത്തതുകൊണ്ട് അവരോടും കൂടെ വരാൻ അവർ ആവശ്യപ്പെട്ടു. ലച്ചു, നീ ഒന്ന് കൂടെ ചെല്ല്. പാവം, ആരുമില്ലാത്തോണ്ടല്ലേ. ഏയ്, അത് ശരിയാവില്ല. നിന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോവാനോ? അതിനെന്താ, ഞാനിവിടെ തനിയെന്നോളാം. കാശിയായിട്ടിപ്പോൾ മോളെയും കൊണ്ട് വരും. അതുകൊണ്ട് നീ അവിടെ കൂടെ ചെല്ല്. എന്നിട്ട് ആ മുത്തശ്ശി ഉണർന്നു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളെ വിവരറിയിച്ച് നീ ഇങ്ങോട്ട് പോര്. എന്നാലും നില ഒരെന്നാലും ലച്ചു, നീ ചെല്ല്, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇനി അവളോട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ലച്ചു കാഷ്വാലിറ്റിയിലേക്ക് പോയി. അവൾ കാഷ്വാലിറ്റിയുടെ ഉള്ളിലേക്ക് കയറുന്ന നോക്കി നിന്നിരുന്ന നിലയുടെ സാരി പെട്ടെന്ന് എന്തിനോ ഒന്ന് കുടുങ്ങി. അതെന്തിലാണ് നോക്കുമ്പോഴാണ് തൻ്റെ അടുത്തുകൂടെ കൊണ്ടുപോകുന്ന സ്ട്രക്ചറിലാണെന്ന് കണ്ടത്. അത് തള്ളുന്ന അറ്റൻഡർ സ്ട്രക്ചർ അല്പം മുന്നോട്ട് നീക്കിയതും നിലവേഗം അവരെ തടഞ്ഞു. അയ്യോ, ഒന്ന് നിൽക്കണേ. എന്താ? എൻ്റെ സാരി ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഓ സോറി, ഞങ്ങളും കണ്ടില്ല. അവർ പറഞ്ഞതിനൊരു ചെറിയ പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ അതിൽ നിന്ന് വേഗം സാരി ഇടിയിച്ചു. ആ സമയം സ്ട്രക്ചറിൽ കിടക്കുന്ന ആൾക്ക് മറയായി നിന്നിരുന്ന സിസ്റ്റർ നീങ്ങിയതും നിലക്ക് സ്ട്രക്ചറിൽ കിടക്കുന്ന ആളെ കണ്ട് തൻ്റെ ശ്വാസം നിലക്കുന്ന പോലെ തോന്നി. അവൾ അത്യധികം ഭയത്തോടെ അവനെ നാമം ഉരുവിട്ടു. രാജേഷ്. അവൾ പതിയാണെന്ന് പറഞ്ഞെങ്കിലും അടുത്ത് നിന്ന സിസ്റ്റർ അത് കേട്ടിരുന്നു. കുട്ടിക്ക് ഇയാളറിയോ? സിസ്റ്ററിന്റെ ചോദ്യം കേട്ട് തിരിച്ചൊരു മറുപടി പറയാനാവാതെ അപ്പോഴും തറഞ്ഞിരിക്കുകയായിരുന്നു അവൾ. അറിയെങ്കിൽ ഇയാളുടെ പേരും ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞു തരണേ. ഇയാളോടെ കൊണ്ടാക്കിയ നാട്ടുകാരാണ്. പണത്തിന് മറ്റ് ചിലവരൊന്ന് മേടിച്ച് അവർ അപ്പം തന്നെ ഇവിടെ സ്ഥലം വിട്ടു. ഇപ്പം ഇയാളുടെ പേരോ നാടോ അറിയാതെ കഷ്ടപ്പെടുക ഞങ്ങൾ. അതുകൊണ്ട് അറിയാമെങ്കിലൊന്ന് പറഞ്ഞാ. അപ്പോഴും ഒന്നും മിണ്ടാതെ അവർ നോക്കിയെന്നേയുള്ളുന്നില്ല. സിസ്റ്റർക്ക് എന്താ അറിയണ്ട്? ഞാൻ പറഞ്ഞാൽ മതിയോ?
പെട്ടെന്ന് തൊട്ടടുത്തുനിന്നും കാശിയുടെ ശബ്ദം കേട്ടതും നില ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. തീർത്തും ഗൗരവമായി നിൽക്കുന്ന അവന്റെ ആ മുഖഭാവം അവൾ ആദ്യമായി കാണുകയായിരുന്നു. അതുകൊണ്ട് അവൾ ഇമസിമാതെ അവനെ നോക്കി നിന്നു. കശ്യപ് സാറോ? സാറിനറിയോ ഇയാളെ? അറിയാം. കാശിയുടെ ആ മറുപടി കേട്ടതും നില ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തോട്ട് തന്നെ ദൃഷ്ടി പതിപ്പിച്ച് നിന്നു. അവന്റെ വാക്കുകൾക്കായി കാതോർത്തുകൊണ്ട്. എങ്കിൽ ഇയാളുടെ പേരും ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ സാർ? കാശി ഗൗരവത്തിലൊന്ന് മൂളിക്കൊണ്ട് അവന്റെ പേരും ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. അത് നിലയിൽ വലിയൊരു നടുക്കമാണ് സൃഷ്ടിച്ചത്. അവളുടെ ചിന്തകൾ വീണ്ടും പല വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങി. അത് വീണ്ടും അവസാനം ചെന്നെത്തുന്നത് അവളുടെ ജീവിതം മാറ്റിമറിച്ച ആ രാത്രിയിലേക്കായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നേരത്തെ അറിയാമായിരുന്നു. ഇയാളും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു എന്നോട് അങ്ങനെ ഒരു ചതി ചെയ്ത്. നിലയുടെ ചിന്തകൾ അങ്ങനെ പല വഴി പോയെങ്കിലും ഇപ്പോൾ കണ്ട രാജേഷിന്റെ രൂപ അവളെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. നില, നീ എന്തിച്ചിക്ക? കുഞ്ഞിനെ പിടിച്ചേ. വീണ്ടും കാശിയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. കാശി കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് നീട്ടിയതും അവൾ വേഗം കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഡോക്ടർ പറഞ്ഞു. കാശി നിലയോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും അവളുടെ മനസ്സ് വീണ്ടും പലതരം ചിന്തകളിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെയും മാറ്റം കണ്ട് കാശി കരുതിയത് രാജേഷിനെ കണ്ടുകൊണ്ടാണ് അവളിങ്ങനെ ബിഹേവ് ചെയ്തെന്നാണ്. അതിനാൽ തന്നെ അവൾ അധികം ബുദ്ധിമുട്ടിക്കാതെ അവളെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. അല്ല നില, ലക്ഷ്മിയോടെ? കാശി ചോദിച്ചപ്പോഴാണ് നില ലച്ചുവിന്റെ കാര്യം ഓർത്ത്. അത് അവൾ കാഷ്വാലിറ്റിയിലുണ്ട്. കാഷ്വാലിറ്റിയില്ലോ? കാശി വീണ്ടും എടുത്തു ചോദിച്ചോ. നില കുറച്ചു മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? എന്നായിരുന്നു പോയി നോക്കട്ടെ. കാശി നിലയോട് അതും പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ലച്ചുവോടെ അടുത്തേക്ക് വന്നു. ആ സമയം തന്നെയാണ് ആകാശ് ഓടിപ്പിടിച്ച് അങ്ങോട്ട് വന്ന്. എന്തായാലും ലക്ഷ്മി, ആ മുത്തശ്ശിയുടെ റിലേറ്റീവ്സിന് വിവരം അറിയിച്ചോ? അറിയിച്ചിട്ടുണ്ട് ഏട്ടാ. ലച്ചുവിൽ നിന്ന് മറുപടി കിട്ടിയതും കാശി ആകാശിനെ നേർക്ക് തിരിഞ്ഞു. നീ ഇത്ര നേരം എവിടെയായിരുന്നു അച്ചു? കാശി സ്വരം കടുപ്പിച്ച് ചോദിച്ചും ആകാശം ഒന്ന് പരിങ്ങി. എന്താണ് നിന്ന് പരിങ്ങുന്നത്? ഇത്ര നേരം വേണോ എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ? അതൊന്നും പറയാതിരിക്കാ ഭേദം. ഞാൻ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി വണ്ടി ഇടാൻ പോയപ്പോൾ അവിടെ വേറെ ഇതൊരു അഹങ്കാരി പെണ്ണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു. അവളോട് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് ആ പെണ്ണ് കേട്ട ഭാഗം നടിച്ചില്ല. അവസാനം ഞാൻ നല്ല ചീത്ത വിളിച്ച് സെക്യൂരിറ്റി കൊണ്ട് വണ്ടി മാറ്റിയിടിപ്പിച്ചു. അല്ലേ എൻ്റെ അടുത്ത് അവളുടെ കളി. അല്ലെങ്കിൽ വഴക്കൂടെന്താ വണ്ടി മിടിക്കാനാണല്ലോ. ലച്ചു പതിയെ പിറുവിറുത്താണെങ്കിലും അത് കൃത്യമായിട്ട് അവർ 3 പേരും കേട്ടിരുന്നു. അതേടി, ഞാൻ വഴക്കൂടാൻ പണ്ടേ മിടിക്കണാ, അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഓ, എനിക്ക് നഷ്ടമില്ല. താൻ ആരോട് വേണമെങ്കിലും പോയി വഴക്കുണ്ടാക്കണം, വഴക്കാളി. ഡേഡി, അച്ചു മതി, നിർത്ത്. ഇതൊരു ഹോസ്പിറ്റലാണെന്ന് ബോധല്ലേ നിങ്ങൾക്ക്? കാശി ശബ്ദമുയർത്തിയതും ആകാശം ലച്ചും വേഗം സൈലന്റ് ആയി. എങ്ങനെയുണ്ട് കുഞ്ഞിപ്പെണ്ണിന്? കുഴപ്പമൊന്നുമില്ലടാ, ഒരു ഇഞ്ചക്ഷൻ എടുത്തു, അത് മതി എന്നാ ഡോക്ടർ പറഞ്ഞു. ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. പിന്നെ ഇന്ന ദിവസം അധികം ആൾക്കാർ മാറി മാറി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരമാവധി കരാതിരിക്കാൻ നോക്കണമെന്നു. അതിന് നീ ആർത്തുണ്ടായാൽ മതിയല്ലോ, അവൾ നല്ല കുട്ടിയായിട്ടിരിക്കില്ലേ? ആകാശ് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. കാശിയുടെയും ലച്ചുവിൻ്റെയും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ നിലയ്ക്കെന്തോ മനസ്സോർന്ന് ചിരിക്കാൻ പറ്റിയില്ല. പിന്നെ അധിക നേരം കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാതെ അവർ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ തന്നെ കണ്ടു തങ്ങളെ കാത്തുന്ന പോലെ ഇരിക്കുന്ന നിതയെയും നിളയെയും അച്ഛനെയും ധീരജിനെയും. അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കാശി നേരെ നിലയും കുഞ്ഞിപ്പെണ്ണിനെയും കൂട്ടി മുറിയിലേക്ക് പോകുന്നു. ഇഞ്ചക്ഷൻ കുത്തിക്കൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണ് മയക്കം പിടിച്ചിരുന്നു. അതിനാൽ അവളെ ഉണർത്താതെ പതിയെ ബേബി ബെഡിലേക്ക് എടുത്തതിന് ശേഷം നില ശബ്ദമുണ്ടാക്കാതെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഇതേ സമയം ഫ്രഷായി ഇറങ്ങിയ കാശി ബെഡിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് അതിയായ വാത്സല്യത്തോടെ നെറ്റിയിൽ ചുംബിച്ച് ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ബാൽക്കണിയിൽ എന്തോ ചിന്തിച്ച് നിൽക്കുന്ന നിലയെ കണ്ടത്. അത് കണ്ട് അവൻ അവിടെ അടുത്തേക്ക് ചെന്നു. കാശിയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞ നില അങ്ങനെ നിന്നുകൊണ്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. കാശിയേട്ടനാണോ എനിക്കൊപ്പം അന്ന് ആ രാത്രി ഹോട്ടൽ മുറിയിലുണ്ടായിരുന്നു? നിലയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും കാശി ഉത്തരം പറയാനാവാതെ ഞെട്ടിത്തരിച്ച് അവളെ തന്നെ നോക്കി നിന്നു. താൻ ചോദിച്ചതിന് മറുപടി അറിയാതെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവൾ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു. എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി അറിയാൻ നിൽക്കുന്നത്? പറ, അന്ന് കാശിയേട്ടനായിരുന്നോ എനിക്കൊപ്പം ഉണ്ടായിരുന്നു? ഇനിയും താൻ സത്യങ്ങളൊന്നും മൂടി വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയുകൊണ്ട് കാശി ദീർഘമായോ നിശ്വസിച്ചുകൊണ്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. അതെ, ഞാൻ തന്നെയായിരുന്നു അത്. സത്യം അതാണെന്ന് അറിയാമായിരുന്നിട്ടും അവന്റെ വായിൽ നിന്ന് തന്നെ വീണ്ടും അത് കേട്ടതും നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തു? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആർക്കൊരു ഉപദ്രവമില്ലാതെ ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്നല്ലേ ഞാൻ. എന്നിട്ടും ബാക്കി പറയാനാവാതെ അവൾ ഏങ്ങി കരഞ്ഞുപോയി. അവളുടെ കരച്ചിൽ കണ്ട് സഹിക്കാനാവാതെ കാശി തന്നെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവളുടെ അടുത്ത് മുട്ടിലിരുന്ന് അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എന്നാൽ കാശിയുടെ സ്പർശനമേറ്റതും അവൾ പൊള്ളിപ്പിടഞ്ഞ പോലെ അവനിൽ നിന്ന് കൈ വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. അത് മനസ്സിലായതുകൊണ്ട് തന്നെ കാശി അതിനനുവദിക്കാതെ അവളുടെ കൈകൾ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നിലപ്പെണ്ണ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കടാ. ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ പെണ്ണിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാശി പറയുന്ന കേട്ട് അവൾ അവൻ്റെ മുഖത്തോട്ട് നോക്കി. അവളുടെ നിറഞ്ഞ മിഴികൾ അവനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൻ അവളിൽ നിന്നും നോട്ടം പുറത്തേക്ക് മാറ്റി. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ? ആ രാജേഷ്, അയാളാണ് നിങ്ങളെ സഹായിച്ച് എന്നെ നിങ്ങളുടെ മുറിയിലെത്തിക്കാൻ. അതിനുവേണ്ടി എത്ര പ്രതിഫലം നിങ്ങൾ അയാൾക്ക് കൊടുത്തു?
നില ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. കാര്യം അറിയാൻ നീ പറയുന്ന വാക്കുകളൊന്നും പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല പെണ്ണേ. അതുകൊണ്ട് എന്നെ ഒന്ന് കേൾക്കാനുള്ള മനസ്സ് നീ കാണിക്കുക. ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ പെണ്ണേ? ഇത്ര നാൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ, എന്നിട്ട് എന്നെ നീ ഇത്രയും മനസ്സിലാക്കിയുള്ളൂ. എൻ്റെ കൂടെയുള്ളപ്പോൾ എല്ലാം നിന്നെ നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നീ കണ്ടിരുന്ന കാമായിരുന്നു അതോ പ്രണയോ? കാശിയുടെ ചോദ്യം കേട്ട് മറുപടി പറയാനാതെ അവൾ തലവനിച്ചിരുന്നു. കാരണം അവൾക്കറിയാമായിരുന്നു തന്നെ നോക്കിയിരുന്ന അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന് നിസ്വാർത്ഥമായ പ്രണയമായിരുന്നുവെന്ന്. നീ ചോദിച്ചില്ലേ നില, ആ രാജേഷാണ് നിന്നെ എൻ്റെ മുറിയിലെത്തിച്ചതെന്ന്? അതെ, അവൻ തന്നെയാ നിന്നെ എൻ്റെ അടുത്തെത്തിച്ചത്. കാശിയുടെ വെളിപ്പെടുത്തൽ കേട്ടതും നിലയുടെ മനസ്സ് വീണ്ടും തകർന്നു. എന്തൊക്കെയാണ് താൻ കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നത് അതാണിപ്പോൾ തന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയും തോറും അവളുടെ കരച്ചിലിന്റെ ശക്തിയും കൂടിക്കൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.